ഒരു പെൺകുട്ടി നബി തങ്ങളുടെ പിന്നാലെ ഓടി വരുന്നു. ആ പെൺകുട്ടി യാ അമ്മി യാ അം, എൻ്റെ അമ്മാവനെ എന്ന് വിളിച്ച് പുണ്യ റസൂലിന്റെ പിറകിൽ ഇങ്ങനെ ഓടി വന്നപ്പോൾ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. അത് ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദിൽ ഷഹീദായ നബി തങ്ങളുടെ അമ്മ, അവിടെ തെളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അപ്പൊ നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. തങ്ങൾ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ആ പൊന്നുമോളെ നബി തങ്ങൾ വാരിയെടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു ഹിജ്റ വരുമ്പോഴേ കുടുംബം മക്കയിലാണ്. അങ്ങനെ ഒരുപാട് സ്വഹാബിമാരുണ്ടായിരുന്നു. മക്കളെ, കുടുംബത്തെ മക്കയിലാക്കിയിട്ടാണ് അവർ ഹിജ്റ വന്നിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇങ്ങനെ ഓടി വന്ന് അമ്മി അമ്മി എന്ന് വിളിച്ച് നബി തങ്ങളുടെ കൂടെ കൂടിയപ്പോ അലി റളിയല്ലാഹുവിന്റെ അരികത്തുണ്ട്. അലി റളിയല്ലാഹു ഫാത്തിമ ബിവിയോട് പറഞ്ഞു, യാ ഫാത്തിമ ദൂനകി ഇബ്നത അമ്മികി, ഫാത്തിമ നിങ്ങളുടെ പിതൃ സഹോദര പുത്രിയുടെ കാര്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളെ ഫാത്തിമ നിങ്ങൾ നോക്കണേ. ഇത് നിങ്ങളുടെ മുത്താപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസ തങ്ങളുടെ മോളാണ്. ഇപ്പൊ കുടുംബ ബന്ധം നിങ്ങൾക്കാണല്ലോ, മോളൊന്ന് നോക്കണേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞിരിക്കുമ്പോ വേറൊരാൾ ഓടി വരുന്നു. നബിയെ, ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം, നബിയെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം. അത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ജഅഫർ എന്നവരോ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതൃ സഹോദര പുത്രിയാണ് ഈ കുട്ടി. അത് മാത്രമല്ല ഖാലതുഹു ഇൻദി, ആ കുട്ടിയുടെ എളാമയായ അസ്മാ ബിൻതു ഉമൈസ് എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ കുട്ടിയുടെ എളാമ എൻ്റെ അടുത്താ, ഞാൻ നോക്കാം നബിയെ. അപ്പോഴേ വരുന്നു സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു, മൂത്തയിലെ ഷഹീദായ നിബിതങ്ങൾ പോറ്റു വളർത്തിയ പുത്രനെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു, നബിയെ ഞാനും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ സൗഹൃദ ബന്ധം ഞങ്ങളെ ഇഖ്വാനുകളാക്കിയിട്ടില്ലയോ അങ്ങ്? ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളല്ലേ? ആഹാ ബൈനൽ അൻസ്വാരി വൽ മുഹാജിരീൻ, ആ കൂട്ടത്തിൽ എൻ്റെ സഹോദരനാണ് ഹംസ തങ്ങള്. അതുകൊണ്ട് എൻ്റെ സഹോദരന്റെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം നബിയെ, എനിക്ക് വിട്ടുതരൂ. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി 3 ആളുകൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടി യതീമാവുകയാണ്. യതീമായാൽ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന പ്രത്യേകമായൊരു ബാധ്യത അള്ളാഹുവിന്റെ ശരീഅത്ത് ആരുടെയും തലയിൽ കെട്ടിവെച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു ഉപ്പ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി സമൂഹത്തിൽ 100 കണക്കിന് ഉപ്പമാർ ആ കുഞ്ഞിന്റെ ഉപ്പമാരായി മാറണം. ഈ ഒരു കുഞ്ഞിന് വേണ്ടി 3 പേര് തർക്കിക്കുകയാണ്, ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കാം. എത്രയോ വിധവകളെയും രോഗികളെയും നിരാലംബരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിഖായുടെ പ്രവർത്തകരോട് ആ ഒരു കുടുംബത്തിന്റെ അത്തരം ഒരു സാഹചര്യത്തിന്റെ വേദന എത്രയാണെന്ന് പറഞ്ഞിരേണ്ട കാര്യമില്ല. ആ കുഞ്ഞ് വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നബി തങ്ങൾക്കാണെങ്കിലോ 3 പേർക്ക് എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മയുടെ സ്ഥാനത്താണ് എളാമയും മൂത്താമയും കിടക്കുന്നത് എന്ന് നബി തങ്ങളുടെ ആ വാക്ക് അപ്പോഴാണ് വന്നത്. അതുകൊണ്ട് ജാഫറെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആ കുട്ടിക്കൊരു എളാമ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യ അസ്മാ ബിൻതു ഉമൈസ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അലി തങ്ങൾക്കും ഇച്ചിരി വിഷമായി, സയ്യിദ് തങ്ങൾക്കും വേദനയായി. അവർക്ക് കിട്ടിയില്ലല്ലോ. ആ ഒരു മനസ്സിന്റെ വേദനയെ കണ്ടില്ല എന്ന് ലോകത്തിന്റെ ഗുരു നടിച്ചില്ല. നമ്മുടെ വിഷയം അതാണ്. ആ ഒരു മനസ്സിനെ നബി തങ്ങൾ കാണുകയാണ്. 3 പേരെയും അരികത്ത് വിളിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ അലിയാർ തങ്ങളോട് പറയുന്ന വാക്കെന്താണെന്നറിയോ? അലിയേ അൻത മിന്നി വ അന മിൻക്, അലിയേ നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ്, ഞാൻ നിങ്ങളിൽപ്പെട്ടവരാണ്. അലി തങ്ങൾക്ക് വയറ് നിറഞ്ഞു. എന്നും വേണ്ട, തങ്ങളല്ലേ ഈ പറയുന്നത്, അൻത മിന്നി വ അന മിൻക്, ഞാൻ നിങ്ങളിൽപ്പെട്ടവനും നിങ്ങൾ എന്നിൽപ്പെട്ടവരുമാണ്. ഭയങ്കര സന്തോഷായി. സയ്യിദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സയ്യിദുൻ അഖൂനാ വ മൗലാനാ, സയ്യിദ് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ മൗലയാണ്, നമ്മുടെ ഖാദിമാണ്, എൻ്റെ സഹോദരനുമാണ് സയ്യിദ് ഇബ്നു ഹാരിഥ. അപ്പോൾ സയ്യിദ് തങ്ങൾക്കും സന്തോഷായി. അപ്പോൾ ജാഫർ തങ്ങൾ കുട്ടിനൊക്കെ പിടിച്ചിരിക്കുകയാണ്. ജാഫർ തങ്ങളെക്കുറിച്ച് തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴാ നബി തങ്ങൾ അതാ പറയുന്നു, ജാഫറെ അഷ്ബഹത ഖൽഖി വ ഖുലുഖി, എൻ്റെ സ്വഭാവവും എൻ്റെ രൂപഭംഗിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ വേദനയെ, അവർക്കൊരു വേദനയുണ്ടാകരുത് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്. അവർക്കുണ്ടായ വേദനയെ പരിഹരിക്കാനുള്ള ജബർ ചെയ്യാന്നൊക്കെ പറയില്ലേ ഉസ്താദുമാര്, അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാണ്.
പൊതുസമൂഹത്തിന്റെ മനസ്സ് നിബിതങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കുമായിരുന്നു. മുആദ് ഇബ്നു ജബൽ എന്നവര് നമുക്കൊക്കെ അറിയാം, സ്വഹാബികളിലെ ആലിമായ സ്വഹാബിയാണ്. അവരെ സംബന്ധിച്ച് സ്വഹാബികൾ പോലും വിളിക്കുന്നത് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരുടെ മുമ്പിൽ നടക്കുന്ന പണ്ഡിതന്മാരുടെ സ്വർഗത്തിലെ നേതാവാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ കേട്ടതും പഠിച്ചതായിരിക്കും. 34 വയസ്സുള്ളപ്പോഴാണ് വഫാത്താകുന്നത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. 34 വയസ്സാണ് തങ്ങൾ മഹാനവർ വഫാത്താകുമ്പോൾ. അവരാണ് 60ഉം 70ഉം 100ഉം കഴിഞ്ഞ പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് നയിക്കുക. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ, ഉലമാ പണ്ഡിതന്മാർ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന്റെ എത്രയോ മുമ്പ് മുആദ് തങ്ങൾ അവർക്ക് നേതാവായി മുമ്പിലെത്തിയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുആദ് എന്നവർ മദീന പള്ളിയിൽ ഹബീബിന്റെ കൂടെ ഇശാ നിസ്കരിച്ചിട്ടാണ് സ്വന്തം ഖബീലയിൽ പോയി നിസ്കരിക്കുക. അപ്പോൾ അവർക്ക് ഇമാമ് നിൽക്കും, മഹാനവർക്കത് സുന്നത്താണ്, അവർക്കത് ഫർളായിരിക്കും. നാട്ടുകാർക്ക് മഹാനവറുകൾ ഹാഫിളാണ്, ആലിമാണ്. ഇശാ നിസ്കാരം തുടങ്ങി മുആദ് റളിയല്ലാഹു അൻഹു ദീർഘമായ സൂറത്ത് ഓതി തുടങ്ങുകയാണ്. അപ്പോ വമഅഹും റജുലുൻ ലഹു നാദിഹാൻ, വെള്ളം കോരുന്ന ഒട്ടകമുള്ള 2 ഒട്ടകത്തിന്റെ മുതലാളി ജമാഅത്ത് നിസ്കരിക്കുന്ന മഅ്മൂമിങ്ങളിലുണ്ട്. അദ്ദേഹം ഒട്ടകത്തെ ഉപയോഗിച്ച് വെള്ളം കോരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിണറ്റിന്ന് വെള്ളം എടുക്കണം, ഒട്ടകത്തെ നടത്തണം, പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കണം, വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം, അതിൻ്റെ പൈസ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങിക്കണം. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ഒട്ടകങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് തളർന്ന മനുഷ്യനാണ്. മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ അൽബക്കറൊക്കെ ഓതി അവർക്ക് നിൽക്കാൻ പറ്റുമോ? ഉറക്കം വരൂലേ? അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ ഇമാമുമായി നിസ്കാരത്തിന് വേർപെടുകയാണെന്ന് നിയ്യത്ത് വെച്ച് മൂപ്പര് ഒറ്റക്കാണ് ഇശാ നിസ്കരിച്ച് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ സലാം വീട്ടി മുആദ് എന്നവരുടെ ദിക്റും ഒക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, മുആദ് ജബൽ എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്തേ? നമ്മുടെ കൂടെ ഫുലാനുൻ ഖബ്ബറ മഅനാ വസല്ല, നിസ്കരിക്കാൻ വേണ്ടി തക്ബീറൊക്കെ കെട്ടി വന്നിരുന്ന ഒരാൾ മൂപ്പര് പിന്നെ കെട്ടഴിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച് വിട്ടു പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മുനാഫിഖുകൾ അങ്ങനെയാണ്, നിസ്കരിക്കുമ്പോൾ വലിയ മടിയായിരിക്കും എന്ന ആയത്തുണ്ടല്ലോ. അപ്പോൾ മുആദ് എന്നവരങ്ങ് പറഞ്ഞുപോയി, ദാക്ക മുനാഫിഖ്, അത് മുനാഫിഖായ മനുഷ്യനാണ്. പറഞ്ഞെന്ന് മാത്രമല്ല, മുആദ് എന്നവർ അങ്ങനെ പറഞ്ഞു എന്നത് ആ മനുഷ്യൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണ്. സ്വകാര്യം എന്ന് പറഞ്ഞ സംഭവമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എവിടെയും ഇല്ല. നമുക്കൊരു ദീനിൻ്റെ ഒരു മസല പോലും നമ്മൾ അറിയേണ്ടത് ഒരു ഉസ്താദിനും ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഏതെങ്കിലും ഒരുത്തർ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിടും, അത് വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒഫൻസീവായിട്ട് തോന്നും, അത് പിന്നെ പ്രശ്നമായിട്ട് മാറും. നമുക്ക് അങ്ങനെ ദീനിൽ അറിയേണ്ട ഒരുപാട് മസലകൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അല്ലേ? അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ സംസാരിക്കുക. അപ്പോൾ ഒരു കാര്യം സ്വകാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ ആരെക്കുറിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിലും ഇത് അവരുടെ ചെവിയിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മുആദ് ഇബ്നു ജബൽ എന്നവർ പറഞ്ഞ പരാതിയുമായി പുണ്യനബിയുടെ മുമ്പിൽ ഈ മനുഷ്യനെത്തി. സ്വഹാബി, പൊന്നാര നബിയെ, അങ്ങയുടെ സ്വഹാബിമാരുടെ ദീർഘമായ നിസ്കാരം കാരണം ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജമാഅത്തിന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ തളർന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ജമാഅത്തിന് വന്ന് നിൽക്കുമ്പോൾ അൽബഖറ ഓതുന്നു നിങ്ങളുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ. ഞാൻ നിസ്കാരത്തിൽ നിന്ന് വേർപിരിഞ്ഞ്, ജമാഅത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിച്ച് ഞാൻ പോയി. എന്നെപ്പറ്റി ഞാൻ മുനാഫിഖാണെന്നും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് എന്നവരെ വിളിക്കുകയാണ്. ഇതിൽ വലിയൊരു പാഠമുണ്ട്. കേൾക്കുന്ന മുഴുവൻ സംഗതികളും നമ്മൾ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങരുത് എന്ന വലിയൊരു പാഠമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഓ ഹു യു ബിലീവ്, if they come to you a wicked person, you should verify his speech. ആരെങ്കിലും വിവരദോഷികളോ അറിവില്ല അലാമ ഫഅൽതും നാദിമീൻ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഒരു കാര്യം ചെയ്താൽ അതൊരു വലിയ വിഷമായിരിക്കും. അവർക്ക് സങ്കടം ഉണ്ടാവും. ഞാൻ സയ്യിദുൽ ഉലമയുടെ കൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നിലപാട് തങ്ങൾ വ്യക്തമായി പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതല്ല പുറത്ത് ഒരു ന്യൂസായിട്ട് വന്നത്. അത് വേറെ ആരോ ഒന്ന് എഴുതിയപ്പോൾ
തങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതി, തങ്ങളുടെ നിലപാട് തങ്ങൾ പോലും ആലോചിക്കാത്തതാണ് എന്ന് തങ്ങളുടെ മേൽ വെച്ച് കെട്ടിയതിന് തങ്ങൾ വേദന പറഞ്ഞു. ഇതാണിപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും ഇന്നതാണ്. പക്ഷേ ഒരു കുട്ടി ഇങ്ങനെ എഴുതി വന്നപ്പോൾ അവരിങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതിയത്. അപ്പോൾ ഒരു വലിയ വേദനയായി. ഞാൻ ആലോചിച്ച് പോവുക, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സയ്യിദന്മാർ, ഇപ്പോൾ ഇവിടെ കുന്നുകൈ തങ്ങൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ നേതാക്കന്മാരോട് ജീവിച്ചിരിക്കുമ്പോൾ അവരല്ലേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത്. അവർ പറയുമ്പോൾ പിന്നെ അതിലെന്തിനാണ് ഒരു അതിർത്തി? ആ പറയുന്ന ആധികാരികത അതിനെ നഷ്ടപ്പെടുത്തക്ക വിധം മറ്റാളുകളോ ഇടക്ക് കയറി പറയുന്നതൊക്കെ ഒരു തരം അദബില്ലായ്മ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു അച്ചടക്കം അത് വലിയൊരു വിഷയമാണ്. മഹാനായ തങ്ങളവറുകൾ ആ ഒരു വേദന പങ്കുവെച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഫതബയ്യനു, നമ്മൾ കേൾക്കുന്ന പലതും, നമ്മൾ വായിക്കുന്ന പലതും അത് ആ മനുഷ്യൻ എഴുതിയതുപോലെ തന്നെയാണോ സംഭവിച്ചത്? അയാളുടെ റീഡിങ് ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഫതബയ്യനു, ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. സൂറത്തുൽ ഹുജറാത്ത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. എഴുതുന്ന ആളുകൾ എഴുതുന്നത് അങ്ങ് തൊണ്ടതൊടാതെ വിഴുങ്ങണ്ട. അത് ശരി തന്നെയാണോ, അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം മാനിപ്പുലേഷൻ, ന്യൂസുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും, ശബ്ദം വരെ മാറ്റാൻ വേണ്ടി പറ്റും, ശബ്ദം കോപ്പി അടിച്ച് പറയുന്ന ആപ്പുകൾ വരെ ഉണ്ട്. ഇതൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാൻ തുടങ്ങും, അതേസമയം അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗീബത്തിൻ്റെ മീമത്തിൻ്റെ ഒക്കെ കുറ്റം നമ്മുടെ ദേഹത്തേക്ക് വരികയാണ്. നമ്മുടെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ മനിൽ മുഫ്ലിസ് എന്ന് നബി തങ്ങൾ ചോദിച്ച മുഫ്ലിസായി ഒരു അമല് പോലും കയ്യിലില്ലാതെ ചോർന്നു പോകുന്ന ഓട്ടപാത്രവുമായി നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുആദ് എന്നവരെ തങ്ങൾ വിളിച്ചു, മുആദേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ ഓതാറുള്ളത്? കാരണം തങ്ങൾക്കറിയണം ഈ മനുഷ്യൻ ഒരു ദിവസത്തെ ജമാഅത്തിന് പോയിട്ട് അയാളുടെ അനുഭവമാണ് ഈ പറയുന്നത് എങ്കിലോ സ്ഥിരം ജമാഅത്തിന് മുആദ് എന്നവരുടെ കൂടെ ഉണ്ടോ, സ്ഥിരം മുആദ് എന്നവരിങ്ങനെ ഓതുന്നുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? നബി തങ്ങൾ ചോദിച്ചു. അപ്പോൾ മുആദ് എന്നവരെ പറഞ്ഞു, നബിയെ, ഞാൻ അൽ ബഖറയും ആലു ഇംറാനും സൂറത്തു നിസാ ഓതാറുണ്ട്. അഫത്താനുൻ അൻത യാ മുആദ്, തങ്ങൾ ചോദിച്ച ചോദ്യമാണത്. അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ? മുആദേ, നിങ്ങൾ ഫിത്നയാണോ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചായി പറയുന്ന ആലോചിക്കണേ. പൊതുജനങ്ങൾക്ക് ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് ബാക്കിലുള്ള മഅ്മൂമീങ്ങളുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്ന് പറയാൻ. ഇത് ദീനിന്റെ ഒരു ഫിഖ്ഹാണ്. മുമ്പിൽ ഇമാമ് നിൽക്കുമ്പോൾ നമ്മുടെ ആവേശത്തിനനുസരിച്ചു സമയത്തിനനുസരിച്ചു നിങ്ങൾ എന്ത് ചെയ്യരുത്? തോന്നിയതുപോലെ നിസ്കരിക്കരുത്. ബാക്കിൽ രോഗികളുണ്ട്, ബസ്സിന് പോകേണ്ടവരുണ്ട്, ട്രെയിനിന് പോകേണ്ടവരുണ്ട്, യാത്ര തുടരേണ്ടവരുണ്ട്, വിശക്കുന്നവരുണ്ട്, വീട്ടിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന് ജമാഅത്തിലേക്ക് കൂടിയവരുണ്ട്, ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബാക്കിലുള്ള മഅ്മൂമീങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ സൂറത്തൊക്കെ പോരെ, ധാരാളമല്ലേ മുആദേ? നിങ്ങൾ ഇങ്ങനെ അൽ ബഖറ ഓതിയാൽ ജനങ്ങളെ വെറുപ്പിക്കുകയാണോ? അഫത്താനുൻ അൻത യാ മുആദ്, നബി തങ്ങൾ മുആദ് എന്നവരോട് ചോദിച്ച ചോദ്യമാണത്. മുആദേ, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുകയാണോ? ആ വാക്കിന്റെ അർത്ഥതാണ്. എന്തിനെ കുറിച്ചായി പറയുന്നത്? നിസ്കരിക്കുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ അത്രമേൽ മനുഷ്യരുടെ മനസ്സിന്റെ ആരോഗ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചിരുന്നു. നബി തങ്ങൾ അതിന് പരിഹാരം കണ്ടിരുന്നു. അതിന്റെ പേരിലൊക്കെ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെ വരെ നബി തങ്ങൾ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല, അല്ലേ? പള്ളിയിൽ മൂത്രമൊഴിച്ചില്ലേ ദുൽ ഖുവൈസിറത്തി തമീമി? ആ മനുഷ്യനെ പോലെ നബി തങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മനുഷ്യൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. മാ ഖഹറനി വലാ സജറനി, പുണ്യ നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ നബി തങ്ങൾ അനാദരവോടുകൂടെ എന്നോട് സംസാരിച്ചില്ല, എനിക്ക് കാര്യം പറഞ്ഞു. ഇന്ന ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികളൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവിനെ ഓർക്കാനും ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെയാണ് കേട്ടോ, ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് എനിക്ക് മാന്യമായി പഠിപ്പിച്ചു തന്നു. ആ സന്തോഷം കൊണ്ടല്ലേ മൂപ്പര് നബി തങ്ങൾ എഴുതാലിലേക്ക് വന്നപ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, മൂപ്പരങ്ങ് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരുടെ പകരം ദുആ, അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽ ജന്ന വലാ തർഹം അഹദൻ ബഅദന. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? എന്നെയും മുഹമ്മദ് നബിയെയും സ്വർഗത്തിൽ കയറ്റിയിട്ട് അള്ളാഹുവെ സ്വർഗം അടച്ചേക്കണേ, ഇനി ഒരൊറ്റ കുട്ടിനെ അതിൽ കയറ്റരുത്. നബി ഞങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞില്ല, ഞാനാ നബിയെ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. എന്തേ? നിങ്ങളല്ലേ എന്നോട് ചൂടാവാതിരുന്നത്? ഇവരൊക്കെ എൻ്റെ മേൽ ചാടി വീഴല്ലേ ചെയ്തത്? ഞാൻ മൂത്രമൊഴിച്ചപ്പോൾ ഞാൻ അറിയാതല്ലേ ചെയ്തത്? പക്ഷെ അങ്ങ് എന്നോട് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ അങ്ങോട്ട് ചെറുതാക്കിയല്ലേ. ഞാനും നിങ്ങളും കയറിയാലും കോടിക്കണക്കിന് ആളുകൾ കയറിയാലും അവിടെ സ്ഥലമുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരാൾ
യംഷി ഫീ മുൽക്കിഹി അൽഫൈ സന, 2000 കൊല്ലം ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നടന്നാൽ 2000 കൊല്ലെടുക്കുന്നതാണ് അയാളുടെ പറമ്പൊന്ന് നടന്നു തീരാൻ. അത്രയും അള്ളാഹു സ്വർഗത്തിലെ ഒരു ചെറിയാക്ക് കൊടുക്കുന്ന. അള്ളാഹു നമുക്കും ദീനിന്റെ ഖാദിമീങ്ങളായി 100 വർഷം തികയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും ദർസുകൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും എല്ലാം ഖിദ്മത്ത് ചെയ്ത ഒരുപാട് ഉമറാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുറകളിലേക്ക് കൈമാറിയത് വലിയൊരു മനോഹരമായ രീതിയിലാണ്. ഈ ഉമ്മത്തിനെ നബി തങ്ങൾ സംസ്കരിച്ചെടുത്തത് ഹബീബിന്റെ ഒരു തർബിയത്ത്, വല്ലാത്ത തർബിയത്താണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിൽ ഹദസ്. ഫിഖഹിന്റെ മസ്അലയിൽ നമ്മൾ ഉദ്ധരിക്കുന്ന ത്വഹാറത്തിന്റെ ബാബിലൊക്കെ പറയുന്ന ഹദീസല്ലയോ അത്? 2 കൊല്ലത്ത് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നജസ് ചേരുന്നതോടുകൂടെ അതിലെന്താവുന്നില്ല, മുത്തനജിസ് ആകുന്നില്ല. നിറമോ മണമോ രുചിയോ മാറിയാലേ ഒതുകൊടുക്കാൻ പറ്റാത്ത വിധം അത് മുത്തനജിസ് ആകുന്നുള്ളൂ എന്ന് പറയുന്ന മസ്അലയെ, ആ ഒരു ഹദീസിനെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നബി തങ്ങൾ കൊണ്ടുവരാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടെ നിർത്തുക എന്ന് മാത്രമല്ല, ബൗണ്ടറിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധമായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് സൂചിപ്പിക്കുവാനാണ്. സുമാമത്ത് ബിൻ ഉസാലിനെ അന്ന് മദീന പള്ളിയുടെ ചുമരിലേക്ക്, അവിടുത്തെ തൂണിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് 3 ദിവസം തങ്ങൾ ചോദിച്ചു, സുമാമ വല്ല മാറ്റമുണ്ടോ? അദ്ദേഹം വലിയ നേതാവാണ്, യമാമക്കാരനാണ്, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്ത ആളാണ്, അവിടുത്തെ ഹോൾസെയിൽ വിൽപ്പനക്കാരനാണ്, വലിയ കച്ചവടക്കാരനാണ്. പക്ഷെ സ്വഹാബികൾ അയാളെ പിടിച്ചു, മദീനയുടെ സാരിയത്തിൽ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി മദീന പള്ളിയുടെ തൂണിൽ. ആ മനുഷ്യനെ നബി തങ്ങൾ തങ്ങളുടെ ജീവിതം കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ നബി തങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. സുമാമ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ആട്ടെ, 2ാമത്തെ ദിവസം, സുമാമ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആളെ കൊന്ന ആളാണ് ഞാൻ നിങ്ങളുടെ വധശിക്ഷ അർഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഇൻ തുഹ്സിൻ, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് നന്ദി ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ നന്ദി ചെയ്യുന്നത്. ഇത് മാത്രം അയാൾ പറയുന്നത്. 3ാമത്തെ ദിവസം തങ്ങൾ ചോദിച്ചു, മദീന പള്ളിയിലല്ലേ, ഒരുപാട് അനുഭവങ്ങൾ കാണുകയാണ് പള്ളിയിൽ നബി തങ്ങൾ സ്വഹാബിമാരോട് ഇടപെടുന്നത്. അവസാനം അയാളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, സുമാമ വല്ല മാറ്റവും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഒരു മാറ്റവും ഇല്ല, എന്ന് അഴിച്ചുവിട്ടേക്കെന്ന് പറഞ്ഞു. അഴിച്ചുവിട്ടേക്കെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ കയറഴിച്ചു വിട്ടു. നബി തങ്ങൾ ഒരു പ്രതികാരവും ചെയ്തില്ല. കുറച്ചു നേരം കഴിഞ്ഞ മനുഷ്യൻ എന്താ ചെയ്തത്? അവിടെ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. പറഞ്ഞു, നബിയെ, എൻ്റെ അഹങ്കാരം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാ, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങയുടെ കൂടെ ജീവിച്ചപ്പോഴേ, അങ്ങയെ കണ്ടപ്പോഴേ എനിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് സുമാമത്ത് ബിൻ ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിട്ട് മാറുകയാണ്. ഇതൊരു വലിയൊരു പാഠമാണ്. ഉസ്വത്തുൻ ഹസന, മാതൃകാ പുരുഷന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. ഏതു കാലഘട്ടത്തിലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ എൻ്റെ ഉമ്മത്തിലാണ് ഖൈറുള്ളത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റഅ്സു കുല്ലി മിഅതി സന, 100 വർഷം പൂർത്തിയാകുന്നിടത്തും എൻ്റെ ഉമ്മത്തിന് തജ്ദീദ് ചെയ്യാൻ, റിഫോം ചെയ്യാൻ മുജദ്ദിദുമാരെ ഞാൻ പറഞ്ഞയക്കുന്നു. എൻ്റെ ഉമ്മത്തിൽ മുജദ്ദിദുമാർ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുജദ്ദിദുൻ ഫിൽ ഫിഖ്, മുജദ്ദിദുൻ ഫിൽ അഖീദ, മുജദ്ദിദുൻ ഫിൽ ശരീഅ, മുജദ്ദിദുൻ ഫിൽ തിലാവ. ദീനിന്റെ ഓരോ വിഷയങ്ങളിലും ഓരോ മുജദ്ദിദുമാർ. എല്ലാം ഒത്തിണങ്ങിയ മുജദ്ദിദ് വളരെ കുറവാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മാത്രമായിരുന്നു എന്നാ പറയാ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. ബാക്കി ഓരോ കാലഘട്ടത്തിലും ഓരോരോ വിഷയങ്ങളിലും മുജദ്ദിദുമാർ വരുന്ന നമ്മൾ കണ്ടെത്തണം. സ്വാലിഹീങ്ങളെ നമ്മൾ തേടിപ്പിടിക്കണം. നമ്മൾ കുറ്റവും കുറവും നോക്കാൻ നിന്നാൽ ഒരു കുറവില്ലാത്തൊരു മനുഷ്യനും ലോകത്തില്ല. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരാ. പക്ഷേ അവരുടെ മഹാസിനാണോ നന്മയാണോ തിന്മയാണോ കൂടുതൽ? നന്മയാണെങ്കിൽ ആ നന്മയെ നമ്മൾ സ്വീകരിക്കും. അതാണ് വെള്ളം 2 കൊല്ലത്തോ കൂടുതലോ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ശുദ്ധിയെയാണ് നമ്മൾ നോക്കേണ്ടത്. നിറവും മണവും രുചിയൊക്കെ മാറത്തക്ക വിധം അവരിൽ മാലിന്യമുണ്ടെങ്കിൽ മാത്രമേ അത് മുത്തനജിസായി മാറുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്.